ഇപ്പം നമ്മൾ കേരളത്തിൽ നമ്മൾ പൊതുവെ പറയാറുണ്ട്, എന്ത് സാമ്പത്തിക പ്രശ്നം നമുക്കുണ്ടായാലും നേരെ നമ്മൾ മദ്യത്തിലേക്കും ലോട്ടറിയിലേക്കും തിരിയാം. അപ്പം മദ്യത്തിന് വില കൂട്ടുന്നു, അങ്ങനെ പൊതുവെ പറയാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നും ചോദിക്കുകയാണ്, ശരിക്കും അങ്ങനെ നമ്മൾ ശരിക്കും ഇത് ചെയ്യുന്നുണ്ടോ? അതായത് അങ്ങനെ വന്നു കഴിയുമ്പോൾ മദ്യത്തിന് ഒന്ന് വില കൂട്ടുന്നത്, രണ്ട് അങ്ങനെ ചെയ്ത് ഇനിയിപ്പോൾ അങ്ങനെ വരുന്ന ഇതിൻ്റെ നമുക്ക് പൈസ കൂടുതൽ വരുമ്പോൾ നമുക്ക് വകുപ്പ് മാറ്റി വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ, അതോ ഇത് വെറും അപവാദമാണോ? ഒന്നാമത്തെ കാര്യം, കേരളത്തിൻ്റെ പ്രധാന വരുമാനം മദ്യവും ലോട്ടറിയുമാണ് എന്നത് തെറ്റായിട്ടുള്ള പ്രചരണമാണ്. തെറ്റായ പ്രചരണമാണ്. അത് മുഖ്യ വരുമാനം അതല്ല. അത് വരുമാനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് പറയാം. മുഖ്യ വരുമാനം അതല്ല. അതിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല. മറ്റ് ധാരാളം ഇനങ്ങളിൽ നമ്മുടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റ കാര്യം നോക്കാം. ഈ കഴിഞ്ഞ 5 വർഷം LDF സർക്കാരിൻ്റെ കാലത്ത് നികുതി വരുമാനത്തിൽ റെക്കോർഡ് വർധനവുണ്ടായതാണ്. തനത് നികുതി വരുമാനത്തിൽ, സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ, SOTR എന്ന് പറയും, സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം ഗണ്യമായ വർധനവുണ്ടായി. അത് മദ്യം ലോട്ടറി കൊണ്ടല്ല. ലോട്ടറി പിന്നെ നികുതി വരുന്നതല്ല, നികുതി മാത്രമല്ലല്ലോ അതിൽ നിന്നുള്ള. മദ്യത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിച്ചതുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇത്രയും വർധനവ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് മേഖലകളിൽ നിന്ന് നികുതി വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റിയതുകൊണ്ടാണ് കേന്ദ്രം ഇത്രയും ദ്രോഹിച്ചിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഇത്രയും ദ്രോഹിച്ചിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു താരതമ്യം പറയാം. ഇപ്പോൾ ബീഹാറിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 75% കേന്ദ്രം കൊടുക്കുന്ന വിഹിതമാണ്. കേരളത്തിൽ ആകെ വരുമാനത്തിൻ്റെ 25% കേന്ദ്രവിഹിതം. ബാക്കി 75% നമ്മുടേതാണ്. അപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഇത് കാലാകാലങ്ങളായിട്ടുള്ള പ്രചരണമാണ്. ഈ കണക്കുകളിപ്പോൾ എൻ്റെ കൈവശമല്ല, ഞാൻ നിയമസഭയിൽ ഈ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയും കൂടുതൽ ശക്തമാണ്. ഇപ്പോൾ നമ്മുടെ GDP 10 ലക്ഷം കോടി കവിഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ പ്രതിശീർഷ വരുമാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 5 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ആ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും കുതിപ്പും ഒക്കെ നികുതി വരുമാനത്തിനും പ്രതിഫലിച്ചിട്ടുണ്ട്, അല്ലാണ്ട് മദ്യം കൊണ്ട് മാത്രമല്ല. പിന്നെ മദ്യത്തിൻ്റെ വില കഴിഞ്ഞ 4 കൊല്ലമായിട്ട് കൂട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ നികുതി കുറച്ച് സബ്സിഡി നിരക്കിൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ് മദ്യം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതില്ലല്ലോ, അതാർക്കുണ്ടാവാൻ പറ്റില്ല. ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ ഡിസംബറിൽ വരുന്ന ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് LDFൻ്റെ കാഴ്ചപ്പാട്, വീക്ഷണം, എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്? ഞങ്ങളെല്ലാം അനേകം തിരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു 18 വയസ്സ് മുതൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പങ്കാളിയായിട്ടുള്ള ആൾ. എല്ലാ തലത്തിലും സാധാരണ പ്രവർത്തകനായി, അതുപോലെ ഒരു ബൂത്തിൻ്റെ സെക്രട്ടറിയായി, അങ്ങനെ എല്ലാ തലത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു തിരഞ്ഞെടുപ്പിലും ജനങ്ങളെ അഭിമുഖീകരിച്ചതിനേക്കാൾ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും ആണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF ജനങ്ങളെ സമീപിക്കുക. എല്ലാ തിരഞ്ഞെടുപ്പിലും ആത്മവിശ്വാസത്തോടെയാണ്. പക്ഷേ ഇത് അതിലപ്പുറം ഒരു ആത്മവിശ്വാസവും അഭിമാനവും ധൈര്യവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാനുണ്ട്. എന്താ കാരണം എന്നറിയോ? കാരണം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് എല്ലാം പാലിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് വോട്ട് ചോദിക്കുന്നത് എന്നതാണ് ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെ കാര്യം. ഇത്രയും വലിയ സാമ്പത്തിക ഞെരുക്കം കേന്ദ്ര ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായി. ലോകം നടുങ്ങിയൊരു ദുരന്തമായിരുന്നല്ലോ. 500-ലധികം ആളുകൾ മരിച്ചു. അവരുടെ മൃതശരീരം പോലും പൂർണ്ണമായും തിരിച്ചു കിട്ടിയില്ലല്ലോ. പല ശരീരാവശിഷ്ടങ്ങളായിട്ടാണ് വന്നത്. ആ ദുരന്തത്തെ നേരിടാൻ സഹായിക്കാത്ത, ചില്ലിക്കാശ് സഹായിക്കാത്തൊരു ഗവൺമെൻറ്റാണ്. ഹൈക്കോടതി പോലും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിച്ചു. നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ എന്നാണ് ഹൈക്കോടതി ഒരിക്കൽ ചോദിച്ചത്. അത് അത്രത്തോളം ഒരു ശത്രുതാപരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് പെരുമാറുന്നു. അതിനെ നേരിട്ടിട്ട് കേരളം നമ്മുടെ സമ്പദ്ഘടനയെ ഉലയാതെ കൊണ്ടുപോയി. ഇവർ ഉണ്ടാക്കിയ ഈ ദ്രോഹം, സൃഷ്ടിച്ച ദ്രോഹമൊക്കെ മറികടന്ന് കേരളം ഒന്ന് സ്റ്റേബിളായപ്പോൾ ആദ്യം ചെയ്തത് എന്താ? ആദ്യം ചെയ്തത് ജനങ്ങൾക്ക് കൊടുത്ത ഓരോ വാക്കും പാലിക്കലാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 ഒറ്റയടിക്ക് 2000 ആക്കി. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നത് പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു 2021. ഒരുപക്ഷെ ബാക്കിയെല്ലാവരും അത് മറന്നു കാണും.
പക്ഷേ വാഗ്ദാനം കൊടുത്ത ഞങ്ങളത് മറന്നില്ല. സ്ത്രീ സുരക്ഷാ പദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇപ്പോൾ വീട്ടിലെ സ്ത്രീകൾ, വീട്ടമ്മ എന്നുള്ളത് വളരെ മനോഹരമായിട്ടൊരു പദവിയാണ്. ഈ പണ്ടൊക്കെ റേഷൻ കാർഡിൽ എഴുതുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഓരോരുത്തരെ എഴുതല്ലോ, ഇന്നയാൾ വയസ്സിത്ര, വീട്ടമ്മ, സ്വസ്ഥം, ഗൃഹഭരണം. യഥാർത്ഥത്തിൽ ഒരു സ്വസ്ഥതയില്ലാത്തൊരു ജോലിയാണല്ലോ വീട്ടമ്മ എന്നുള്ളത്. സ്ത്രീകളുടെ വീട്ടിലെ ജോലിക്ക്, കാണാപ്പണിക്ക് ആ അധ്വാനത്തിനൊരു മൂല്യമുണ്ട് എന്ന് അംഗീകരിച്ചിരിക്കുന്നു. അതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പ്രത്യേകത. പ്രതിമാസം 1000 രൂപയാണ് കൊടുക്കുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള മറ്റൊരു ആനുകൂല്യവും കിട്ടാത്ത സ്ത്രീകൾക്ക്. സ്ത്രീയുടെ അധ്വാനത്തെ വിലമതിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഇങ്ങനെ കുറേ ഉണ്ട്. കുടുംബശ്രീ ADS-നുള്ള ഗ്രാൻഡ്, പിന്നെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ്, 5 ലക്ഷം കുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസം കണക്ട് വർക്ക് സ്കോളർഷിപ്പ്. അപ്പോൾ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാനുള്ളതാണ്. പ്രകടന പത്രിക വോട്ട് തട്ടാനുള്ളതല്ല, അത് കഴിഞ്ഞാലും ഓർമ്മിക്കാനും നടപ്പാക്കാനുമുള്ളതാണ് എന്ന് തെളിയിച്ചൊരു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ LDF-നെ കുറിച്ച് ഞാൻ അതിലേക്ക് തിരികെ വരികയാണെങ്കിൽ, LDF മുന്നണി അത് മുന്നോട്ട് ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു വേളയിൽ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് അങ്ങനെ ഒരു കേന്ദ്ര ബിന്ദുവിൽ ആണ് നമ്മൾ ഈ മുന്നണി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നയിക്കുകയാണ് അവിടെ നിന്നിട്ട്. അപ്പോൾ പലപ്പോഴും LDF-ൽ സംഭവിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്, അങ്ങനെ ഒരു സിംഗിൾ ലീഡറിൻ്റെ കീഴിൽ അങ്ങനത്തെ ഒരു ഡയറക്ഷനിൽ ഇലക്ഷനെ നേരിടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ ഈ നേതാവിന് വരുന്ന സ്ട്രെസ്സ്, ടെൻഷൻ, അറ്റൻഷൻ, മീഡിയ അറ്റൻഷൻ, എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ, ഇത് മുഴുവൻ ശരിക്കും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയങ്ങളാണ് അവർക്ക് എല്ലാവർക്കും. എന്നിട്ടും ഇത്തരമൊരു സ്ട്രാറ്റജി എന്തുകൊണ്ടാണ് അവലംബിക്കുന്നത്? അദ്ദേഹം തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും എന്നെ ബാധിക്കുകയേ ചെയ്യില്ല എന്നുള്ളത്. ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറുമില്ല, അത് അതിൻ്റെ വഴിക്ക് നടക്കും, ഞാൻ എൻ്റെ ജോലിയിലാണ് ശ്രദ്ധിക്കുന്നത് എന്ന്. നിങ്ങൾ ഈ പുറത്തുനിന്നുള്ള ആളുകൾ കാണുമ്പോൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം കഥയില്ലാത്ത ആക്ഷേപങ്ങളും കഥയില്ലാത്ത ആരോപണങ്ങളും ഒക്കെ വരുമ്പോൾ ആരാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത്? ഇപ്പോൾ തുടക്കത്തിലും ഞങ്ങളെല്ലാം ആദ്യമായിട്ട് MP ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇത്തരം ചില വ്യക്തിപരമായിട്ടുള്ള ആക്രമണമൊക്കെ വരുമ്പോൾ നമ്മളും വല്ലാതെ വിഷമിച്ചൊക്കെ പോവുമായിരുന്നു. പിന്നീട് ഇത് ഒരു കഥയും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെയും ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞാൽ അത് ആരെയാണ് അലട്ടുന്നത്? ആരെയും അലട്ടുന്നില്ല. അതായത് ഇപ്പോൾ സാറിനെതിരെ ഒരു ആരോപണം വരുന്ന വേളയിൽ ഇത് ഞാൻ ചെയ്തിട്ടില്ല, സാർ ഓക്കെയാണ്. പക്ഷേ എല്ലാ കുടുംബങ്ങളും, എല്ലാ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും ഒരുപോലെയല്ല. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ഐഡിയൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവും എല്ലാം മനസ്സിലാക്കുന്ന കപ്പിൾസ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും എല്ലാം മനസ്സിലാക്കുന്നവരായിരിക്കില്ല എല്ലാവരും. ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള എല്ലാ MLA-മാരുടെയും MP-മാരുടെയും ഭാര്യമാരെല്ലാം തുറന്ന മനസ്സോടെ, വിശാല മനസ്സോടെ ഇത് മനസ്സിലാക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അത് തെറ്റായിരിക്കും. അങ്ങനെയുള്ള വേളകളിൽ ഈ ഒരു ഡൈനാമിക്സ് എങ്ങനെയാണ് ഒരു പൊളിറ്റീഷ്യൻ കീപ്പ് ചെയ്യുന്നത്? ആരോപണങ്ങൾ വരും, അതെൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒരുപോലെ മനസ്സിലാക്കണമെന്ന് നമുക്ക് ശഠിക്കാനും കഴിയില്ല. അവർക്ക് അവരുടെ പേഴ്സണൽ സ്പേസ് ഉണ്ട്, പേഴ്സണൽ തോട്ട്സ് ഉണ്ട്. സോ ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെയാണ് ശരിക്കും ഒരു ആരോപണം വരുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡൈനാമിക്സിൽ, കുടുംബത്തിലെ ഡൈനാമിക്സിൽ, വീട്ടിൽ അച്ഛൻ അമ്മ, ഇതെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ശരിക്കും? ഇത് എനിക്കിപ്പോൾ എൻ്റെ അനുഭവം വെച്ചേ പറയാൻ പറ്റൂ. ഒരുപാട് ആരോപണങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ വന്ന പലതും 24 മണിക്കൂർ 48 മണിക്കൂർ കൊണ്ട് പോയ അനുഭവമാണ് ഉള്ളത്. അപ്പോൾ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ, നമ്മുടെ ഡിസ്റ്റിലറിക്ക് അനുമതി കൊടുത്തപ്പോൾ അത് വ്യക്തിപരമായിട്ട് ആരോപണം വന്നില്ല, രാഷ്ട്രീയമായിട്ടാണ് പൊതുവിൽ വന്നത്, രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമായിട്ടാണ്. എങ്കിലും ഈ മന്ത്രി, എക്സൈസ് മന്ത്രിയായിരിക്കുന്ന ആൾ ഞാനായതുകൊണ്ട് TV-ലൊക്കെ ഇങ്ങനെ വലിയ പടമൊക്കെ കാണിക്കും, ബ്രേക്കിംഗ് ന്യൂസ്, മറ്റേ രാത്രി ചർച്ച നടക്കുമ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ പടം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ കാണുമ്പോൾ തുടക്കത്തിലൊക്കെ വീട്ടിൽ ഈ ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊരാശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് അത്തരം ആശങ്കകളൊന്നും ഇല്ലാതായി. കാരണം ഇതിലൊന്നും ഒരു കഥയില്ലാന്ന് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാം. ഇത് ജനങ്ങൾക്കും അതറിയാം. ആരെങ്കിലും ഇതൊക്കെ കണ്ട് വിശ്വസിക്കുകയോ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്ത അനുഭവം ഇതുവരെ ഇല്ല. അതുകൊണ്ട് എൻ്റെ പരിമിതമായ അനുഭവം വെച്ച് അത്രേ പറയാൻ പറ്റും. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നതല്ല. വീടിന് വേണ്ടി സമയം കൊടുക്കൽ, പണ്ടത്തെ പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്കൊരു പേഴ്സണൽ സ്പേസ് എടുത്തിട്ടുള്ള പൊളിറ്റീഷ്യൻസ് വളരെ കുറവാണ്. പക്ഷേ കാലം മാറിയതനുസരിച്ച് അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാറിൻ്റെ അമ്മയുടെ പിറന്നാൾ ഓണത്തിൻ്റെ സമയത്താണ്. അപ്പോൾ സാറ് വീട്ടിലുണ്ടാവാറുണ്ട്.
ഇപ്പം രാഷ്ട്രീയക്കാർ കുറേ കൂടി പേഴ്സണൽ സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിലും പരാതിക്ക് കുറവുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ഈ സമൂഹം ആകെ മാറിയല്ലോ. സമൂഹം മാറി. ആ മാറ്റം രാഷ്ട്രീയക്കാരിലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഞാൻ വളരെ ഐഡിയലായിട്ട് അങ്ങനെ കുടുംബത്തിന് സമയം കൊടുക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ സ്വയം വിലയിരുത്തുന്നില്ല. അതിൽ കുറച്ച് സെൽഫ് ക്രിട്ടിക്കലായി പറഞ്ഞാൽ അത്രത്തോളം സമയം കൊടുക്കുന്ന, ഇപ്പം ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ തന്നെ പലരും കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ പറ്റുന്ന ആളല്ല. പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ മുമ്പത്തേതിനേക്കാൾ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ MP ആയിരുന്ന കാലത്ത് വളരെ കുറവായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ബോധപൂർവം തന്നെ അങ്ങനെ സമയം കണ്ടെത്താൻ ഒക്കെ ശ്രമിക്കാറുണ്ട്. വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് ഒരുമിച്ച് പോകാൻ, വല്ലപ്പോഴും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോകാൻ. അത് കൊല്ലത്തിലൊരിക്കൽ പോലും പലപ്പോഴും അങ്ങനെ യാത്ര നടക്കാറില്ല, എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്, വിമർശനങ്ങൾ വരുന്നുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. പെൺകുട്ടികളാവുമ്പോൾ മാത്രമല്ല, ഇന്നത്തെ കാലത്തെ കുട്ടികളാണല്ലോ, അവർക്ക് വിമർശനത്തിലൊന്നും ഒരു മയവും ഇല്ല. അതുകൊണ്ട് ശക്തമായി വിമർശിക്കുക. അതിൽ മാത്രമല്ല, അതുകൊണ്ട് തന്നെ വീട്ടിലെ ചില കാര്യങ്ങളും ചിലപ്പോൾ സമയം കിട്ടിയാൽ ഒന്ന് സഹായിച്ചു കൊടുക്കുന്നു എന്ന് അതിന് ശ്രമിക്കുകയെങ്കിലും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവർ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. കുറച്ച് മാറിയിട്ടുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത്. ചെറുതായിട്ട് മാറിയിട്ടുണ്ട്.